ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് റാസൽ കൈമയിൽ ലുലുസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇത് മക്രോണി ഐറ്റംസൊക്കെ ഉള്ള സെക്ഷനിലാണ്. മക്രോണിക്ക് ആവശ്യമുണ്ട്. അപ്പം കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ രണ്ടാളെ ഓരോ ട്രോളിയിലിരുത്തി, ഇല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് ഓടും. അതുകൊണ്ട് രണ്ടാളെ ആദ്യം തന്നെ ട്രോളിയിൽ കയറ്റി, എന്നിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് വെളിച്ചെണ്ണ, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കാണ്ട്. പിന്നെ ഞാനിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള പുട്ടുപൊടി, പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ദോശപ്പൊടി, പത്തിരിപ്പൊടി, ഉപ്പുമാവ്, അങ്ങനത്തെ പൊടി ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഏറ്റവും ആശ്വാസം പൊങ്ങിയ ദോശ മാവൊക്കെ അരച്ച് വെക്കേണ്ട കാര്യമില്ല. അതിൻ്റെയൊക്കെ പൗഡർ ബാറ്ററായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കും. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഇവിടെ നിന്ന് എടുക്കാറില്ല. അത്യാവശ്യം വെജിറ്റബിൾസ് ആവശ്യത്തിനുള്ളത് കഴിയുമ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കലാണ്, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ. അപ്പം പാക്കറ്റ് ഐറ്റംസ് മാത്രമാണ് ഇവിടെ നിന്ന് എടുക്കൽ. പിന്നെ അവിടുത്തെ കടയിൽ നിന്ന് കിട്ടാത്ത വെജിറ്റബിൾസ് മാത്രമേ ഇവിടെ നിന്ന് എടുക്കലുള്ളൂ. അവിടെ ചെറിയുള്ളി, പൂള, അങ്ങനത്തെ ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് എടുക്കും. അല്ലാത്ത നോർമലായിട്ട് ഉള്ളി, തക്കാളി, അങ്ങനത്തെ ഒക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കൽ. പിന്നെ ഇതാ എനിക്കൊരു കറീൻ്റെ ബൗള് ആവശ്യമുണ്ടായിരുന്നു. കറിയൊക്കെ എടുക്കാൻ പറ്റിയ ചെറിയൊരു ബൗള്. അപ്പോൾ അങ്ങനത്തെ ഒരു ബൗള് ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡ് ഉണ്ടായിരുന്നു, അതൊക്കെ മുത്തപ്പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ലേഡീസിൻ്റെ ക്രീം സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫേസ് വാഷും കുറച്ച് ലോഷനൊക്കെ വേണമായിരുന്നു. അപ്പം ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് പൂളയും ചെറിയുള്ളിയൊക്കെ വേണമായിരുന്നു. അപ്പം ഞാനതൊക്കെ എടുത്തു. പിന്നെ മീറ്റ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആടിൻ്റെ കാലൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്, ക്ലീനാക്കിയിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കുന്നവർക്ക്. പിന്നെ മിക്സർ ഐറ്റംസ്, അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ടവർക്ക് അതും പർച്ചേസ് ചെയ്യാം. പിന്നെ ബ്രെഡ്, കുബൂസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് വിട്ടു. കുറച്ച് ഡ്രസ് ഐറ്റംസ്, ഇന്നർ വെയേഴ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. കുട്ടികളെ രണ്ടുപേരും മുത്തു കൊണ്ടുപോയി കാറിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് ബില്ലടിച്ച് ചെന്നാൽ മതി പറഞ്ഞു. അപ്പം ഞാൻ മുകളിലേക്ക് പോയി. അങ്ങനെ ബില്ലടിക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടാവും ടൈം. ഞങ്ങൾ 8 മണിക്ക് അങ്ങനെ വന്നു.
അത് കഴിഞ്ഞ് ഫൈസിക്ക് ഡോണറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ബേക്കറിയിലേക്ക് വിട്ടു. ചെറിയ ആൾ ഉറങ്ങിയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഫൈസി മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്ത് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെക്കാനുണ്ട്. അതിന് മുമ്പ് പാൽക്കപ്പ ഉണ്ടാക്കണം. കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാൽക്കപ്പ അടിപൊളിയായിരുന്നു, അതുണ്ടാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ എടുത്ത് വെക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.